ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ മലയാളം പരിഭാഷ. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വന്നതിന് ഒത്തിരി നന്ദി. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായി ഞാനൊരു തർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി. നീ ചെയ്യുന്നത് അനീതിയാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ എനിക്ക് തന്ന മറുപടി ഇതായിരുന്നു: ലോകം അനീതി നിറഞ്ഞതാണ്, നീ അതുമായി പൊരുത്തപ്പെടുക. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്കൊന്നും മറുപടി നൽകേണ്ട സ്ഥാനം എൻ്റേതല്ല. എൻ്റെ സ്ഥാനം ശൈവ പാരമ്പര്യത്തിലേതുപോലെ എല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നതാണ്. വിഷമെല്ലാം കുടിച്ചിറക്കിയ നീലകണ്ഠൻ അഥവാ ശിവ സങ്കല്പം പോലെ. എന്നെയോ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്ത് വിമർശനങ്ങളുണ്ടെങ്കിലോ ഞങ്ങളത് സ്വീകരിക്കും. മുഖത്തൊരു പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ ഞങ്ങളത് സ്വീകരിക്കും. ഞങ്ങൾ നിങ്ങളെ വീണ്ടും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. കാരണം ഞങ്ങളുടെ ചുമതല നിങ്ങളുടെ ചുമതലയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഞാനിത് അഹങ്കാരത്തോടെ പറയുന്നതല്ല. നിങ്ങളിൽ പലരും പ്രസ്താവിച്ചതുപോലെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നിങ്ങളെയെല്ലാം ഒന്നിച്ച് നിർത്തുക എന്നതാണ് ഞങ്ങളുടെ ചുമതല. ഞാൻ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2004 മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്റ് അംഗമാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങളുടെ പാർട്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. വിനയത്തോടെയാണ് ഞാനിത് പറയുന്നത്. എന്തുകൊണ്ടാവും കാരണം ആധുനിക ഇന്ത്യ നിലവിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രതിരോധ പ്രസ്ഥാനമായാണ്, ഒരു റെസിസ്റ്റൻസ് പാർട്ടിയായിട്ടാണ് ഈ പാർട്ടി ആരംഭിച്ചത്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണകൂടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളോ സംരക്ഷണമോ ഉപയോഗിച്ചല്ല ഇത് കെട്ടിപ്പടുത്തത്. എല്ലാ ഇന്ത്യക്കാരും തുല്യരാണെന്ന ആശയത്തെ സംരക്ഷിക്കുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ RSSന്റെ കാഴ്ചപ്പാടിന് തികച്ചും വിപരീതമാണ്. BJPയുമായോ RSSുമായോ കൂട്ടുകൂടുകയോ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ മരിക്കും. കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ പോരാടി മരിച്ചു വീഴും. നിങ്ങൾക്ക് ഈ രാജ്യത്തെ കീഴടക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ തലവെട്ടേണ്ടി വരും. ഞങ്ങളുടെ തലവെട്ടിക്കോളൂ, ഞങ്ങൾ RSSന് മുന്നിൽ തലകുനിക്കില്ല എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ഈ രാജ്യത്ത് എനിക്കറിയാം. ഈ കൂട്ടായ്മയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ആ ആശയക്കുഴപ്പം എന്തെന്നാൽ SP, TMC, RJD തുടങ്ങിയ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഉപയോഗിച്ച രാഷ്ട്രീയ ആയുധങ്ങൾ ഇനിയും ഫലിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടം അവയ്ക്ക് പ്രവർത്തിക്കാൻ കൃത്യമായ ഒരു കളിസ്ഥലം ഒരുക്കി നൽകിയപ്പോൾ മാത്രമാണ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം പ്രവർത്തിച്ചത്. എന്നാൽ ആ കളിസ്ഥലം ഇപ്പോൾ നിലവിലില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP നിയന്ത്രിക്കുന്നു, നിയമ സംവിധാനത്തെ BJP നിയന്ത്രിക്കുന്നു, ഉദ്യോഗസ്ഥ വൃന്ദത്തെ BJP നിയന്ത്രിക്കുന്നു, രഹസ്യാന്വേഷണ ഏജൻസികളെ BJP നിയന്ത്രിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും BJP നിയന്ത്രിക്കുകയാണ്. TMCയിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തൂത്തുവാരുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങൾ സ്വപ്ന ലോകത്താണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഇതിനു മുന്നേ കണ്ട ആളാണ്. ഗുജറാത്തിൽ ഞാനത് കണ്ടു, മധ്യപ്രദേശിൽ ഞാനത് കണ്ടു, ഛത്തീസ്ഗഡിൽ ഞാനത് കണ്ടു, ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഞാനത് കണ്ടു. എന്നിട്ട് നിങ്ങളിൽ പലർക്കും ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടി ഒരു പ്രതിരോധത്തിന്റെ പാർട്ടിയാണ്. പ്രവർത്തിക്കാൻ അതിന് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ നിഷ്പക്ഷത ആവശ്യമില്ല. വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സ്ഥാപനങ്ങളുടെ ശ്വാസം എത്രത്തോളം മുട്ടിക്കപ്പെടുന്നുവോ അത്രത്തോളം ആവേശത്തോടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി പോരാടും. നമ്മളെല്ലാവരും കോൺഗ്രസ് പാർട്ടിയുടെ ആദർശങ്ങൾ പങ്കിടുന്നവരാണ്. എന്താണ് ആദർശങ്ങൾ? സത്യം, അഹിംസ, കാരുണ്യം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? നിങ്ങളോട് പോരാടാൻ എനിക്ക് താല്പര്യമില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ നിങ്ങളോട് പോരാടാൻ പോവുകയാണെന്ന് പറയാൻ ഞാനൊരു ഭ്രാന്തനായിരിക്കണം. കാരണം നിങ്ങൾ ഞങ്ങളുടെ സഖ്യകക്ഷികളാണ്, നിങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യരാണ് നിങ്ങൾ. ദയവായി മനസ്സിലാക്കുക, 2024 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല. നിതീഷ് ജി എന്തുകൊണ്ടാണ് പോയതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. അത് എൻ്റെ കാരണത്താലല്ല, കോൺഗ്രസ് കാരണവുമല്ല. സമീപഭാവിയിൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന ആ ചുരുക്കം ചില ആയുധങ്ങൾ പോലും പ്രവർത്തിക്കാതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. കാരണം BJPയും RSSും ഇന്ത്യൻ ഭരണകൂടത്തിന്മേലുള്ള തങ്ങളുടെ പിടി മുറുക്കുകയാണ്. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടി ഇതേ തീരുമാനത്തെ അഭിമുഖീകരിച്ചിരുന്നു. 1927 മുമ്പ് നമ്മളൊരു രാഷ്ട്രീയ സംഘടനയായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഗാന്ധിജി പറഞ്ഞ ദിവസം മുതൽ നമ്മളൊരു പ്രതിരോധ പ്രസ്ഥാനമായി മാറി. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ എന്താണ് പ്രവർത്തിക്കുക? പ്രതിരോധം പ്രവർത്തിക്കും. പ്രതിരോധം വിജയിക്കും. നമ്മൾ എവിടെയൊക്കെ പ്രതിരോധിക്കുന്നുവോ അവിടെയൊക്കെ അത് വിജയിക്കും. അത് ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ രാജ്യത്തുടനീളം ഞാൻ 4000 കിലോമീറ്റർ നടന്നു. പ്രതിരോധം ഫലം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾക്ക് രാഷ്ട്രീയ ചട്ടക്കൂടുകൾ ആവശ്യമില്ല, നിങ്ങൾക്ക് ഉദ്യോഗസ്ഥ വൃന്ദം ആവശ്യമില്ല, നിങ്ങൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികൾ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടത് പ്രതിരോധിക്കാനുള്ള ആർജവമാണ്. അതായത് ഞാൻ ചെറുക്കും, ഞാൻ അനീതി അനുവദിക്കില്ല, ഫുൾ സ്റ്റോപ്പ്, അത്രമാത്രം. അതൊരു വികാരമാണ്, അതൊരു സംഘടനയല്ല.
അതൊരു ചിന്താരീതിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ വഴിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ചിന്താഗതി മാറണം. നമ്മൾ പരസ്പരം പോരടിക്കില്ല. നമ്മൾ ആക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകില്ല. നമ്മൾ ചെറുത്തു തോൽപ്പിക്കും എന്നതായിരിക്കണം ഈ ചിന്താഗതി. അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് വെല്ലുവിളി എന്ന് നിങ്ങൾ കരുതുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ ജയിച്ചു കഴിഞ്ഞു. ദയവായി മനസ്സിലാക്കുക, ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ അത്രയധികം രോഷമുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ കഴിഞ്ഞു. RSS ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളെ കൈക്കലാക്കിയതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്ക് വിജയിക്കാൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ പ്രതിരോധത്തിന്റെ പാതയിലേക്ക് മാറേണ്ടതുണ്ട്. CBSE ഒരു പ്രതിരോധമാണ്. നീറ്റ് ഒരു പ്രതിരോധമാണ്. ഗ്രേറ്റ് നിക്കോബാറിലേക്ക് പോകുന്നത് ഒരു പ്രതിരോധമാണ്. ഭാരത് ജോഡോ യാത്ര പ്രതിരോധമാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സ്വയം ചോദിക്കുക, എനിക്ക് എങ്ങനെ ചെറുത്തു നിൽക്കാൻ കഴിയും? എന്നിട്ട് നിങ്ങൾ ചെറുക്കുക. അത് വിജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എന്റെ കാഴ്ചപ്പാടിൽ ഏത് ഭാഗത്തു നിന്നുള്ള ഏത് വിമർശനവും ഏറ്റുവാങ്ങാൻ ഞാൻ സന്തുഷ്ടനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആത്മീയമായ കടമയാണ്. ഇതൊരു മതപരമായ കടമയാണ്. ഇതിന് രാഷ്ട്രീയം മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നത്. ഈ കൂട്ടായ്മയെ ഒന്നിച്ചു നിർത്താൻ, ഇതിനെ വിജയത്തിലെത്തിക്കാൻ എനിക്ക് സഹിക്കേണ്ടി വരുന്ന എല്ലാ അപമാനങ്ങളും ഞാൻ സഹിക്കും. എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് വളരെ വ്യക്തമാണ്. നമ്മളൊരു പ്രത്യേക ചിന്താഗതിയിൽ മാറേണ്ടതുണ്ട്. മമതാജിക്ക് 100% ഉറപ്പില്ല. പക്ഷേ തന്റെ തെരഞ്ഞെടുപ്പ് തന്നിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടതാണെന്ന് അവർക്ക് ഏകദേശം 90% ഉറപ്പുണ്ട്. ഉദ്ധവ്ജിക്ക് 40% ഉറപ്പുണ്ട്. എന്റെ സഹോദരൻ തേജസ്വിക്ക് 40% ഉറപ്പുണ്ട്. കേൾക്കൂ, 100% തെരഞ്ഞെടുപ്പുകളും തട്ടിയെടുക്കപ്പെടുകയാണ്. ദയവായി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ സംശയം മാറ്റുക. കൂടാതെ സോഷ്യൽ മീഡിയയിൽ ഒരു സാന്നിധ്യം കെട്ടിപ്പടുക്കാൻ വർഷങ്ങളെടുക്കുമെന്നും അത് ഒരു വാരം കൊണ്ട് തനിയെ അല്ലെന്നും ദയവായി മനസ്സിലാക്കുക. എനിക്ക് 10 ദശലക്ഷം യൂട്യൂബർ ഫോളോവേഴ്സ് ഉണ്ട്. എന്നാൽ എൻ്റെ അക്കൗണ്ട് പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ നിഷ്പക്ഷമാണെന്നും അത് പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുമാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലാണ്. മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, നിയമ സംവിധാനം, ഉദ്യോഗസ്ഥ വൃന്ദം, രഹസ്യാന്വേഷണ ഏജൻസികൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഈ സർക്കാരിനെ അധികാരത്തിൽ നിലനിർത്താൻ വേണ്ടി അണിനിരക്കുകയാണ്. എന്നാൽ ഈ സർക്കാരിന് നിലനിൽപ്പില്ല. കാരണം അവർ നമ്മുടെ ജനാധിപത്യത്തെ തകർത്തു കളഞ്ഞു. അവർ ഇന്ത്യൻ ജനതയുടെ ഭാവി നശിപ്പിച്ചു. ഇറാനിൽ സംഭവിച്ചതിന് ശേഷം ഇനി വരാനിരിക്കുന്നത് അനിയന്ത്രിതമായ കാര്യമാണ്. അത് നിയന്ത്രണാതീതമാണ്. അത് ജനങ്ങളെ അണിനിരത്താൻ നമുക്കൊരു വഴി തുറന്നു തരും. കൂടാതെ നമ്മൾ തമ്മിൽ ഏകോപനമില്ലെന്നും ഒരുമിച്ചുള്ള പ്രവർത്തിക്കുന്നില്ലെന്നുമുള്ള ധാരണ മാറ്റിവെക്കുക. ഇതൊക്കെ BJP പ്രചരിപ്പിക്കുന്ന ആശയങ്ങളാണ്. ഇത് സത്യമല്ല. എനിക്ക് 100% ഉറപ്പുണ്ട്. DMKയുടെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഈ മുറിയിലുള്ള ഓരോ വ്യക്തിയും ഒപ്പം ഉണ്ടാകും. നമുക്കിടയിൽ വഴക്കുകൾ ഉണ്ടാകാം. എന്നാൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയെ പോയി കെട്ടിപ്പിടിക്കാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ അതിനെനിക്ക് കഴിയില്ല. അത് ഞാൻ ചെയ്യുകയുമില്ല. കാരണം എനിക്ക് അദ്ദേഹവുമായി രാഷ്ട്രീയ പോരാട്ടം നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, വഴക്കമുള്ളവരായിരിക്കണം. പ്രതിപക്ഷം ദുർബലമാണെന്ന് വരുത്തി തീർക്കാൻ നമുക്കെതിരെ സർവ്വസന്നാഹങ്ങളോടെയുമുള്ള ആക്രമണമാണ് നടക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അവസാനമായി, നമ്മുടെ ചർച്ചകളിൽ പലപ്പോഴും ഒരു നിരാശയുടെ നിഴൽ പടരുന്നതായി ഞാൻ കാണാറുണ്ട്. ആളുകൾ ചിന്തിക്കുന്നു, ദൈവമേ, നമ്മൾ എങ്ങനെ BJPയെ തോൽപ്പിക്കുമെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഒന്നിച്ചു നിന്ന് ചേർത്ത് നിന്നാൽ അവരെ തോൽപ്പിക്കുന്നത് എളുപ്പമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഈ മുറിയിലുള്ള ഞാനൊഴികെ ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ മുറിയിലുള്ള എല്ലാവരും നമ്മൾ അവരെ തോൽപ്പിക്കുമെന്ന് വിശ്വസിച്ച് തുടങ്ങണം. നിങ്ങൾ ആ വിശ്വാസത്തോടെ ആരംഭിക്കൂ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, സംസ്ഥാനങ്ങൾക്ക് ശേഷം സംസ്ഥാനങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പിലും അവർ കള്ളത്തരം കാണിച്ചാലും ഇല്ലെങ്കിലും അവർ തകർന്നടിയും. വളരെ നന്ദി.